Okay, hi everyone. Welcome back to our English class. See, മക്കളെ നോക്കൂ, ഇവിടെ നമ്മൾ ഈ ഒരു sandwich pick കണ്ടതല്ലേ? ഈ ഒരു പിക്ചർ കണ്ടതല്ലേ നമുക്കറിയാം what we are going to discuss അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോണ്ടന്റ് എന്നുള്ളത്? Yes, of course, we are going to do our first activity from the chapter Robinson Crusoe. അപ്പോൾ റോബിൻസൺ ക്രൂസോ ആരായിരുന്നു? റോബിൻസൺ ക്രൂസോക്ക് എന്ത് പറ്റി? അവന്റെ ഷിപ്പിന് എന്ത് പറ്റി? ഐലൻഡിൽ ഒറ്റയ്ക്കാണ്. ഒരു ദിവസം പെട്ടെന്ന് റോബിൻസൺ ക്രൂസോ നടന്നു വരുന്ന സമയത്ത് എന്ത് കാണാണ്? ബീച്ചിൽ വലിയൊരു കാൽപാദം കാണാല്ലേ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പഠിച്ചതാണല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടുഡേ we are going to do our activity 1. ഓക്കെ, ഇവിടെ നോക്ക്, നമുക്ക് എന്താ ആക്ടിവിറ്റി നോക്കി? the words in the sentences are jumble. What is the meaning of jumble? പറഞ്ഞ disorder അല്ലേ? വളരെ എന്താണ് ഡിസോർഡറിലാണ് എന്ത് ഇരിക്കുന്നത്? ഈ വാക്കുകളൊക്കെ തന്നിരിക്കുന്നത്. Write them in the order when it's done for you. നമ്മൾ എന്താ ആക്ച്വലി പറയുന്നത്? ഇത് വളരെ ഓർഡർ ആയിട്ട് എഴുതാനാ പറയുന്നത് അല്ലേ? റൈറ്റ് ഓർഡറിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഒരു സെന്റൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഇതൊക്കെ എന്താ ഇമ്പോർട്ടന്റ് അല്ലേ? നമുക്കറിയാം ആക്ച്വലി നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആൻഡ് ദിസ് ഇസ് the pattern, this is the order of the sentence. അല്ലേ? ഒരു വാക്കിന്റെ ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം വേർബ് വരണം, അതിനുശേഷം ഒബ്ജക്റ്റ് വരണം. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, നിങ്ങള് ഫസ്റ്റ് ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. Alone was not Robinson an island on. അല്ലേ? ആക്ച്വലി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്ക്, alone എന്ന് പറയുന്നത്, was എന്ന് പറയുന്നത്, not എന്ന് പറയുന്നത്, Robinson an island on ശരിക്കുള്ള ഓർഡറിലല്ല തന്നത്. നമ്മൾ ഈ ഒരു സെന്റൻസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം റോബിൻസൺ ആണ് എന്ത്? സബ്ജക്ട് എന്ന്. അല്ലേ? was എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് verb. അപ്പൊ റോബിൻസൺ was എന്തായിരുന്നു? റോബിൻസൺ നോട്ട് alone on an island, ഇത് പ്രെഡിക്കേറ്റ് ആണ്. റോബിൻസൺ എന്തായിരുന്നു? അദ്ദേഹം ഒരു ഐലൻഡിൽ ഒറ്റയ്ക്കായിരുന്നു. അല്ലെ? അതാണ് ആ സെന്റൻസിൽ എന്താ? റൈറ്റ് ഓർഡർ. ഇനി ഇവിടെ നോക്കാം, was island the inhabited. ഇവിടെ നോക്ക്, was is verb, island is the subject. അല്ലെ? inhabit, the is the article, inhabited എന്നുണ്ട് അല്ലെ? നമുക്കറിയാം, ഇവിടെ നോക്ക്, നമ്മൾ ഇതിനെ എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റിനെ കൊണ്ടുവരും. ദ ഐലൻഡ് ഇവിടെ ഒരു പ്രോപ്പർ നൗൺ ആയിട്ട് പറയുന്നത്. ഈ ഐലൻഡ് എന്തായിരുന്നു? ദ ഐലൻഡ്. അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഷുഡ് കം വാസ് ആണ് വരേണ്ടത്. എന്തായിരുന്നു? ദ ഐലൻഡ് ഇൻഹാബിറ്റഡ് ആയിരുന്നു, അവിടെ ആൾ താമസം ഉണ്ടായിരുന്നു. ദ ഐലൻഡ് വാസ് ഇൻഹാബിറ്റഡ്. സബ്ജക്റ്റ് വന്നു, വേർബ് വന്നു, ഒബ്ജക്റ്റ് ഓൾസോ കെയിം. അല്ലേ? അതാണ് എന്ത്? ഇതിന്റെ പാറ്റേൺ. നൗ ദി നെക്സ്റ്റ് സെന്റൻസ് നോക്ക്, footprint to someone this belong. ഇവിടെ നോക്ക്, നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് we know that നോക്ക, this footprint ഇത് എന്ത് വേണം? സബ്ജക്റ്റ് ആയിട്ട് വരണം. എന്താണ്? ഈ കാൽപാദം ആരുടേതോ ആണ്. അപ്പൊ ഇത് നോക്ക്, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം? this footprint. നോക്ക്, this footprint belonged. ആർദോ ആണല്ലേ? belong to someone. ആരുടേതോ ആണെന്നുള്ളത് റോബിൻസൺ ക്രൂസോ was sure. അപ്പൊ നോക്ക്, നമ്മൾ സബ്ജക്റ്റിന് ഫസ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ അതിനുശേഷം എന്താണ് സബ്ജക്റ്റ്? ദിസ് ഫുട് പ്രിന്റ്. ഈ ഫുട് പ്രിന്റ്, ഈ കാലടയാളം, അതിനെന്താണ് അർത്ഥം പൂർണ്ണമാക്കുന്ന രീതിയിൽ അതൊരാളുടേതാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ആ വാചകം അവിടെ കംപ്ലീറ്റ് ചെയ്ത്. ഇനി നോക്കുക, I around me alone. I is the subject. around എന്നത് എന്താണ്? അതിനുശേഷം വരുന്നൊരു adverb ആണ്. me എന്ന് പറയുന്നത് pronoun ആണ്. looked എന്ന് പറയുന്നത് എന്താണ്? verb ആണ്. it comes here as the object. അല്ലേ? ഇവിടെ നോക്കൂ, I looked എന്നാണ് അടുത്തത്. എന്ത് ചെയ്യാം? നമ്മൾ എഴുതാം, ഞാൻ നോക്കി. എന്താണ്? I looked around me. ഞാൻ എനിക്ക് ചുറ്റും എന്താണ്? ഞാൻ നോക്കി. ഞാൻ എനിക്ക് ചുറ്റും നോക്കി. somebody was there. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ. അടുത്ത സെന്റൻസ് നോക്കണം, I went towards footprint lodge. ഇവിടെ നോക്കുക, I എന്നുള്ള സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, verb also okay ആണ്. so I went, ഞാൻ എന്തിനു നേരെ പോയത്? towards. I went towards the large footprint. ഇവിടെ എന്താണ്? ലാർജ് എന്ന് പറയുന്നത് ആക്ച്വലി അഡ്ജക്റ്റീവ് ആണ്, ഒരു വിശേഷണമാണ് അല്ലെ? വലിയ കാൽപാദം. ലാർജ് footprint.
large footprint. Next നോക്ക് നിങ്ങൾ, I was afraid. Now we know what the subject here. I is the subject here and was is the verb. Afraid, ഞാൻ എന്തായിരുന്നു, എന്താണ്? I was afraid. Now പേടിയായിരുന്നു, എനിക്ക് അപ്പോൾ പേടിയായി. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യാറ്. ഈ ഒരു ആക്ടിവിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ടു റൈറ്റ് എ സെന്റൻസ് ഇൻ ദ റൈറ്റ് ഓർഡർ, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ്ലി ഒരു സെന്റൻസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? we should എന്താണ് need the subject first, then comes the verb, then comes the object അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് and we completed, right? Okay, so ഈ ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് എന്താ നമുക്ക് ആക്ച്വലി ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു ഓൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇവിടെ നോക്ക്, നമുക്ക് എന്താണ് fill in the blanks with the correct word. ഓക്കെ, നമുക്കിവിടെ കൺജക്ഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കൂ, ഐ വാസ് ഫ്രൈറ്റൻഡ്, എനിക്ക് എന്തായിരുന്നു? ഐ വാസ് ഫ്രൈറ്റൻഡ്, എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു. ഡാഷ് ക്യൂരിയസ്, പക്ഷെ ഞാൻ ക്യൂരിയസുമായിരുന്നു. അടുത്ത് നോക്ക്, ഐ ഡിസൈഡ് ടു ഗോ ടു ദ ബീച്ച്, ഞാൻ ബീച്ചിലേക്ക് എന്ത് ചെയ്തു, പോകാൻ തീരുമാനിച്ചു. ഡാഷ് ഐ വെന്റ് അലോങ് ദ വാട്ടേഴ്സ് എഡ്ജ്, ഞാൻ എന്ത് ചെയ്തു, വെള്ളത്തിന്റെ അടുത്തൂടെ ഞാൻ അങ്ങനെ നടന്നുപോയി. ഐ റാൻ ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്, എന്താണ് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പറ്റാവുന്ന അത്ര സ്പീഡിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങ് ഓടി. എന്താണ്? ഐ വാസ് ഫ്രൈറ്റൻഡ്, കാരണം എന്തായിരുന്നു, ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് ടയേർഡ്, ഞാൻ എന്താണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് കൺഫ്യൂസ്ഡ് ഓൾസോ. ഐ വാസ് ടയേർഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. ഇവിടെ എന്തൊക്കെയാണ്? ഐ വാസ് ഫ്രൈറ്റൻഡ്, I decided to go to the beach. I went along the water's edge. I ran as fast as I could. അപ്പോൾ ഇവിടെ നോക്ക്, I ran as fast as I could. എന്തുകൊണ്ടാണ് പേടിച്ചത്? Because I was എന്ത് വരും ഇവിടെ? Frightened, എനിക്ക് പേടിയായിരുന്നു. I was tired, എന്താണ് ഞാൻ എന്താ ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ഇവിടെ ആൻഡ് കൊടുക്കാം, ആൻഡ് കൺഫ്യൂസ്ഡ്. ഓക്കെ, ആൻഡ് കൺഫ്യൂസ്ഡ് എഴുതാം നമുക്ക്. മേലത്ത് നോക്കുക, ഐ വാസ് ഫ്രൈറ്റൻഡ് ബട്ട് ക്യൂരിയസ്, ഓൾസോ എന്താണ് ഞാൻ ക്യൂരിയസുമായിരുന്നു. ഐ ഡിസൈഡഡ് ടു ഗോ ടു ദ ബീച്ച്, സോ ഐ വെന്റ്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോയി? ബീച്ചിന്റെ അടുത്തേക്ക് അങ്ങ് പോയി. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം, കൺജക്ഷൻസ് അർത്ഥം അറിഞ്ഞ് എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റിയാണ് ഇന്ന് നമുക്ക് എന്താ ആക്ച്വലി എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് നമ്മൾ ഫസ്റ്റിലെ ഹൗ ടു മേക്ക് എ പ്രോപ്പർ സെന്റൻസ്, അതേപോലെ ഹൗ ടു യൂസ് ദ കൺജക്ഷൻസ് പ്രോപ്പർലി, ഇത് രണ്ടും എന്താണ് ക്ലിയർ ആണെന്നാണ് മിസ് വിചാരിക്കുന്നത്. We have one more activity, we have some more activities from the chapter that we will be doing in our next class. Thank you.